സ്വർഗപ്രവേശനത്തിൻ്റെയും പത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗവും നരകവും ഇപ്പോൾ തന്നെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതാണോ അതോ സൃഷ്ടിക്കാനുള്ളതാണോ? ഉണ്ടെങ്കിൽ അത് രണ്ടും എവിടെയാണ് അള്ളാഹു സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്? എത്രയാണ് അതിൻ്റെ വിശാലത? ഈ മൂന്ന് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വർഗവും നരകവും നിലവിൽ അള്ളാഹു സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു എന്നാണ് ഖുർആനും ഹദീസും നമ്മെ മനസ്സിലാക്കി തരുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സൃഷ്ടിക്കാൻ ഉണ്ടാകെ എന്ന് പറയേണ്ട താമസമേ ഉള്ളൂ. കുൻ എന്ന കലിമത്തുകൊണ്ട് അള്ളാഹുവിന് ഇതിനെല്ലാം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അള്ളാഹു തആല നേരത്തെ തന്നെ ഇതിനെ സൃഷ്ടിച്ച് സംവിധാനിച്ചു വച്ചിരിക്കുക. അതിന് തെളിവാണ് ആദം അലൈഹി ഇസ്ലാമിൻ്റെയും ഹവ്വാ റളിയല്ലാഹുവിൻ്റെയും സ്വർഗത്തിലെ ജീവിതം ഖുർആൻ പറയുന്നത്. അവർ സ്വർഗത്തിൽ ജീവിച്ചു എന്നും പിശാച് അവരെ വഴിതെറ്റിച്ച് ഇബ്ലീസ് അവരെ വഴിതെറ്റിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയെന്നും ഇബ്ലീസിനെയും അള്ളാഹു പുറത്താക്കിയെന്ന സംഭവം ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗം സൃഷ്ടിക്കപ്പെട്ടത് തന്നെയാണ് എന്നുള്ളതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ സ്വർഗം ഇനി സൃഷ്ടിക്കപ്പെടാൻ പോകുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. തന്നെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മിഅ്റാജ് യാത്രയിൽ സ്വർഗ നരകങ്ങൾക്ക് കണ്ടതായും അവിടുത്തെ ശിക്ഷകളുമൊക്കെ കണ്ടതായിട്ട് പ്രവാചകൻ സഹീഹായ ഹദീസിലൂടെ നമുക്ക് വിവരിച്ച് തരുന്നതുമുണ്ട്. തന്നെയുമല്ല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം സൃഷ്ടിച്ചതിന് ശേഷം നരകവും സൃഷ്ടിച്ചതിന് ശേഷം ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്, ഓ ജിബ്രീൽ, ഞാനൊരു സ്വർഗവും നരകവും മനുഷ്യർക്ക് വേണ്ടി ജിന്നുകൾക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്, നീ അത് ചെന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞു. ആദ്യമായി സ്വർഗം കാണാൻ വേണ്ടി പോയത് അള്ളാഹുവിന്റെ പടപ്പുകളിൽ നിന്ന് ജിബ്രീലാണ്. ജിബ്രീൽ സ്വർഗം കണ്ടിട്ട് വന്നപ്പോൾ പടച്ചോൻ ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ സ്വർഗം? ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, സ്വർഗം വളരെ മനോഹരമാണ്. സ്വർഗത്തെക്കുറിച്ച് അറിയുന്ന ഒരാളും സ്വർഗത്തിൽ കിടക്കാതിരിക്കില്ല, അവരതിനുവേണ്ടി പണിയെടുക്കും. അപ്പോൾ അല്ലാഹു തആല സ്വർഗത്തിന് ഒരു ആവരണം സൃഷ്ടിച്ചു. ആവരണം പൊട്ടിച്ചാലേ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. സ്വർഗത്തിന്റെ ആവരണം മനുഷ്യന് വെറുപ്പുള്ള കാര്യങ്ങളായിരുന്നു. എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ഇനിയൊന്ന് നീ സ്വർഗം കണ്ടു നോക്കും. രണ്ടാമത് സ്വർഗം കണ്ടുവന്ന ജിബ്രീൽ പറഞ്ഞു, പടച്ചോനെ, ആരും ഇതിനകത്ത് കിടക്കുന്നൊന്നുമില്ല. കാരണം മനുഷ്യന് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് സ്വർഗത്തിന്റെ ആവരണമായി നീ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് പൊട്ടിച്ചു വേണം അകത്ത് കിടക്കാൻ. ഇതേപോലെ നരകം കാണാൻ വേണ്ടി ജിബ്രീലിനെ വിട്ടു. ജിബ്രീൽ നരകം കണ്ടെത്തു എന്ന് പടച്ചവനോട് പറഞ്ഞത്, നരകത്തെ കുറിച്ച് അറിയുന്ന ഒരാൾ നരകത്തിൽ കിടക്കൂല, അതിൽ രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പോഴാണ് അല്ലാഹു തആല ജിബ്രീലിന് ആ നരകത്തിന് രണ്ടാമതൊരു ആവരണം സൃഷ്ടിച്ചു, മനുഷ്യന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. രണ്ടാമത് ജിബ്രീൽ നരകം കണ്ടിട്ടു എന്ന് പറഞ്ഞത്, ഈ നരകത്തിൽ നിന്ന് ആരും രക്ഷപ്പെടുമെന്ന് തോന്നിയില്ല. കാരണം നരകത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്ന ആവരണമാണ് നരകത്തിന് അല്ലാഹു കൊടുത്തിരിക്കുന്നത്. മനുഷ്യന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, താല്പര്യമുള്ള കാര്യങ്ങൾ, നഫ്സിന്റെ ആഗ്രഹങ്ങൾ, അതാണ് നരകത്തിന്റെ ആവരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നരകവും സ്വർഗവും, അതുപോലെ നരകത്തിന്റെ കാര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം സൃഷ്ടിച്ച് 1000 വർഷം അതിനെ ആളിക്കത്തിച്ചു. അപ്പോൾ അതിന്റെ നിറം ചുവപ്പ് നിറമായി മാറി. വീണ്ടും 1000 വർഷം കത്തിച്ചു, വെളുപ്പ് നിറമായി മാറി. വീണ്ടും 1000 വർഷം കത്തിച്ചു, ഇപ്പോൾ അതിന്റെ നിറം കറുത്തതാണ്. സൗദാഉ മുദ്ലിമ, ഇരുളടഞ്ഞ കറുത്ത നിറത്തിലാണ് ഇന്ന് നരകമുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സ്വർഗ നരകങ്ങൾ അല്ലാഹു നിലവിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അത് എവിടെയാണ്? അതിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗം തഹ്ത അർശുർ റഹ്മാൻ, റഹ്മാനായ പടച്ചവന്റെ അർശിന്റെ കീഴിലാണ്. ഫൗക സമാവാതി സബ്, 7 ആകാശങ്ങളുടെ മുകളിൽ അർശിന്റെ ചോട്ടിലാണ് സ്വർഗം അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. നരകം തഹ്തൽ അർളി, ഭൂമിയുടെ താഴെയാണ് നരകം അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ രണ്ടിന്റെയും സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ വിശാലത എത്രയാണ്? ഖുർആൻ സ്വർഗത്തിന്റെ വീതി പറയുന്നുണ്ട്, അർളുഹ സമാവാതു വൽ അർള്, ആകാശഭൂമികൾക്ക് എത്ര വീതിയുണ്ടോ അതാണ് സ്വർഗത്തിന്റെ വീതി. നീളം എത്രയെന്ന് പറഞ്ഞില്ല. ഏതൊരു വസ്തുവിന്റെയും വീതിയേക്കാൾ നീളം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആകാശഭൂമിയേക്കാൾ വിശാലമാണ് സ്വർഗമെന്ന്, എത്രയോ വിശാലമാണ് സ്വർഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കേണ്ടവരാണ് നമ്മൾ. നരകത്തിൽ രക്ഷപ്പെടേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ നമ്മളെ മോചിപ്പിക്കുകയും ആ സ്വർഗത്തിൽ അല്ലാഹു നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.